സൗത്ത് വയനാട് DFOയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവരെ എന്തുകൊണ്ട് മാറ്റിയില്ല, മാറ്റാതിരുന്നു തുടങ്ങിയതൊക്കെ വേറെ കാര്യം. ഞാൻ പണം കൊടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ. സൗത്ത് വയനാട് DFOയെ ബ്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് അങ്ങനെയല്ല, ഡയറക്റ്റായിട്ട് ചോദിച്ചു എത്ര ഹൗ മച്ച് പറഞ്ഞ ബോംബ് പൊട്ടിച്ചതാണ്. എന്തിന്റെ പേരിലറിയോ? ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ന്യൂസ് ഡെസ്കിലെ ആളെന്നാണ് പറഞ്ഞത്. അതിനൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അപ്പം മൂപ്പര് ആ കുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം കോൺഗ്രസ്സുകാർ എല്ലാവരും പാടെ ഇറങ്ങിയിട്ട് കരിയോലൊഴിക്കല് കാര്യങ്ങളൊക്കെ അതിന് മുന്നേ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർക്ക് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിന്റെ മുമ്പില് ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു, ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടക ഒഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ഈ വീട്ടാകും ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മ എത്രയാണ് പിടിച്ചേക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇനി ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങള് ജനിച്ചപ്പോൾ വിവരങ്ങൾ ഇനിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വിവരങ്ങൾ ഇനിയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുമുണ്ട്. അരുൺ, ഇതിൽ ഇപ്പോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് മാധ്യമ ചാനലിലെ കള്ളന്മാരേത്. കാരണം ഇവരൊന്നും നല്ല രീതിയിലല്ല ഇവരിത്ര കാലം ഉണ്ടാക്കിയത്. ഒക്കെ ഈ നുണപ്രചരണങ്ങൾ നടത്തിയിട്ടാണ് ഇവർ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയാനുള്ളതേ, ഇപ്പോഴത്തെ ഒരു സർവേ വരുന്നത് ഏഷ്യാനെറ്റാണ് ചാനൽ റേറ്റിങ്ങിന് മുന്നിൽ ആണെന്നാണ് പറയണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നമ്മളെ മുന്നിൽ എത്തിച്ചിട്ട് അതിന്ന് നമുക്ക് എന്ത് പോസിറ്റീവാണ് കിട്ടുക എന്നാണ് ഈ സർവേക്കാർ പറയണത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട പോലെ, ഒരു സ്വന്തം സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും ശരിക്കും അത് പീഡന ശ്രമം തന്നെയാണത്. കാരണം ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വന്ന് ഇടപഴകുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ, അല്ലെങ്കിൽ ആ ജീവനക്കാരനോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിയോ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെയോ അല്ലെങ്കിൽ ജീവനക്കാരിയെയോ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ തെമ്മാടിത്തരാണ്. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞത് വേറെയാണ്. നമുക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് നമുക്ക് മനസ്സ് അനുവദിച്ച് തരുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. അത് പ്രകൃതിയെ, അതായത് അത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ല. അപ്പോൾ കുറ്റം ആരെ കയ്യിലാണ് എന്നിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇതിനൊക്കെ തുടക്കം ഇട്ടത് ആരറിയോ? ഈ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭയങ്കരമായിട്ട് ഘോരഘോരം പ്രസംഗിച്ചു, ഒരു കാര്യമില്ലാതെ. ഇന്ന് മണ്ണാർക്കാട് നല്ല ബ്ലോക്കാണ്. അത് ഓണത്തിൻ്റെ ഒരു തിരക്കും കൂടി ആയിട്ടാണ് തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടും പോകുമ്പോഴല്ല ഇങ്ങോട്ടും പോകില്ല. ഈ ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടെ ചാടുന്നതാണ് പ്രശ്നം. നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് കൂടി ഉണ്ടാവില്ല. ഇപ്പം പ്രതീക്ഷിക്കാത്തതാണ് നടക്കണത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയാൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, അങ്ങനെ ഗർഭചിത്രം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അത് പോയി, അത് കളഞ്ഞു. അതിനിടയിൽ വേറെ ചില സംഭവങ്ങളുണ്ടായി നമ്മുടെ കേരളത്തിൽ. അതൊക്കെ ഇവർ മൂടി വെച്ചു. അപ്പോൾ ആരോഗ്യ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ അതൊന്നും പറയുന്നില്ല കേട്ടോ. ആരോഗ്യപരമായിട്ട് ആരോഗ്യ മേഖലയെ
നമ്പർ 1 ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിനിപ്പോൾ കാണാനേ ഇല്ല. അപ്പം ഇന്നലെ ഇവിടെ ആയിട്ടൊന്ന് വന്നു, എവിടെയൊക്കെ എന്തൊക്കെ ഒരു എത്ര കോടി ഉറുപ്പ്യ ഉദ്ഘാടനം പണിത് കഴിഞ്ഞ കെട്ടിട ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് ഇവർ ഈ ഭരണത്തിൽ കയറിയതാണ്. അപ്പോൾ ഈ ഭരണത്തിൽ കയറിയ ആൾക്കാരെ അല്ലെങ്കിൽ ആളുകളെ തെറ്റിനെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോ പൊന്നാരങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് വലിയൊരു എന്താ പറയുക തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെതിരെയാണ് കോൺഗ്രസ്സുകാർ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ പോയിട്ട് കരിയോയിൽ ഒഴിച്ചു പറഞ്ഞത്. അപ്പോൾ അതൊന്നും അവർ വിട്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടിയെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഭീഷണി സന്ദേശങ്ങളാത്രേ വരുന്നത്, ഭീഷണി ഫോൺ കോളുകളാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ശരിക്കും ഇത് ആരുടെ കളിയാണ്? അരുൺകുമാറിൻ്റേതോ ആൻഡോ അഗസ്റ്റിൻ്റേതോ? അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരുണ്ട് ഇത്രേ. മൂന്ന് ആൾക്കാർ പിന്നെ വനം വകുപ്പിന് ഇവർ പൈസ കൊടുത്തുന്നത്രേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിനൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നോ? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുഷ്പ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും. പുഷ്പ 2-ൽ കള്ളക്കടത്ത് ചന്ദനം മുറിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ 5 ലക്ഷം വീതം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു സിനിമ കണ്ടിട്ടില്ലേ? നമുക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് സർക്കാരിനെയാണ് കൂട്ടുന്നത്, അല്ലാതെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അത് എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളാത്രേ, ഈട്ടിത്തടികളാത്രേ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, കാലം എവിടെ പോയി, കാലം എവിടേക്കാണ് പോണത്. ഇവരൊക്കെ ചെരുപ്പ് കൊണ്ടാണല്ലോ പോണത്, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇവിടെ ചെരുപ്പിൻ്റെ കട ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ അതിന് ചെരുപ്പ് എടുത്തിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ലോകം മൊത്തം കറങ്ങിയാലും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സാധനം ഏതറിയോ? അതാണിപ്പോൾ ചെരുപ്പ്. കാരണം നമ്മൾ എല്ലാ നാട്ടുകൂടെയും എത്ര ദുർഘടമായ വഴിക്കൂടെയും അഴുക്ക് പിടിച്ച സ്ഥലത്തുകൂടെയൊക്കെ പോകും, അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതാണ് ചെരുപ്പ്. പിന്നെ പറയാം, ശരിക്കും ഈ മണ്ണാർക്കാടിന് നമുക്കൊരു ട്രാഫിക്കിൻ്റെ ഒരു സിസ്റ്റം വേണം. അല്ലാതെ ഒന്നും ഈ ആൾക്കാർക്ക് ഇപ്പോൾ അതാ അവിടെ ഇവിടെ നാല് പോലീസുകാരാണ്. ഈ 4 പോലീസുകാരുണ്ടായിട്ടും ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ് പോണത്. ട്രാഫിക്കിൻ്റെ നിയമം നമ്മളിപ്പോൾ വലിയ നിയമക്കാരൊന്നും നിയമം പറഞ്ഞു പോകണമെന്നല്ല, നമ്മളും ചിലപ്പോൾ തെറ്റിക്കും. പക്ഷേ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും കൊണ്ടാണ് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഒക്കെ ഈ സൈഡിലേക്ക് നോക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. ഒരു ബൈക്കുകാരൻ ടേക്കറാണെന്ന് അറിയില്ല, ഇൻഡിക്കേറ്ററൊന്നും ഇട്ടിട്ടില്ല, അവൻ കൈകൊണ്ട് കാട്ടി. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ വലത്തോട്ട് തിരിയുമ്പോൾ ഈ ഇപ്പോൾ പോയില്ല മുന്നിൽ പോകുന്നൊരു വണ്ടി, അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ അപ്പുറത്തുള്ള വണ്ടിക്കാരെ കുഴപ്പം തന്നെയാണ്. നല്ല ബ്ലോക്കുണ്ട് കേട്ടോ വേറെ. അപ്പോൾ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞത് ഈ നഗരത്തിലൂടെ പോകുമ്പോൾ ഒരു രസം വേറെയാണ്. നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. നമുക്ക് ഡ്രൈവിങ്ങിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് കൂടി കിട്ടും. അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ. നിങ്ങൾ 2 വശത്തേക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് ഗ്ലാസ്സിലൂടെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. എന്നാലിനെ പകുതി അപകടങ്ങൾ കുറയും. ഈ നൃത്തം ശരിക്ക് തെറ്റാണ്. കാരണം റോഡിലേക്ക് ആ വെള്ളവരുടെ അപ്പുറത്താണ് നിങ്ങൾ വണ്ടി നിർത്താൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കയറ്റാനേ പാടില്ല.
അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും അടിപിടി ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് ശരിക്കും ഒരു ട്രാഫിക്കിൻ്റെ ഒരു സിഗ്നൽ വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ അധികാരികൾ എന്താണാവോ ഇതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാത്തത്. ഇവിടെ മണ്ണാർക്കാടിൻ്റെ ചെയർമാനുണ്ട് വായിദ ബഷീർ, അതേപോലെ MLA സംസുദ്ദീനുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല. ഇതൊക്കെ വേറെന്തൊക്കെ ചിന്തകളാണ് തോന്നുന്നുണ്ട്. എന്തോ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി. ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് കണ്ണൂരിൽ ബോംബ് പൊട്ടി. പക്ഷെ അത് ഞാൻ പറയുമ്പോൾ നമ്മുടേതായ സ്വന്തം അഭിപ്രായത്തിൽ ഒരു കാര്യമല്ല, വെറുതെയാണ്. കണ്ണൂരിൽ ഇപ്പോൾ അങ്ങനെ എത്ര ബോംബ് പൊട്ടിട്ടുണ്ട്. 2012 പൊട്ടിയിരുന്നു, 2020, 2017, 2015 അങ്ങനെ 5-6 വട്ടം അവിടെ ബോംബ് പൊട്ടിയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ബോംബ് പൊട്ടിച്ചതാണ്. എന്തിൻ്റെ പേരിലറിയോ? ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ന്യൂസ് ഡെസ്കിലെ ആളെന്നാണ് പറഞ്ഞത്. അതിനൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ആ കുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം കോൺഗ്രസ്സുകാർ എല്ലാവരും പാടെ ഇറങ്ങിയിട്ട് കരിയോലൊഴിക്കൽ കാര്യങ്ങളൊക്കെ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർക്ക് അതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ വർക്ക് ചെയ്യണമെന്നും കൂടി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ആരുടെ പേരിലാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇവർ നൊണ്ടിനായം ഓരോ തെറ്റായ വാർത്തകൾ കൊടുത്തിട്ട് ഓരോ രീതിയിൽ പറഞ്ഞ് ആൾക്കാരെ എടുത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഇവർ പിന്നെ അവിടെ ബോംബ് പൊട്ടിച്ചത്. അല്ലാതെ ഇപ്പോൾ ഇത്രയും കാലം പൊട്ടാതെ കിടന്ന ബോംബ് എങ്ങനെ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടണത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചതിനെയാണ്. ഇപ്പോൾ അന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ജയിൽ ചാടിയതെന്നല്ല, 1.5 കയ്യുള്ള ആ ചങ്ങായി എങ്ങനെ 18-20 അടി ഉയരല്ല ജയിൽ കയറി മറിഞ്ഞ് ചാടുന്നത്. അപ്പോൾ അതേപോലെ ഇത് പൊട്ടിച്ചതാണത്. അതിലൊരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ മരിച്ചുപോയി, പാവം. അപ്പോൾ ഇതൊക്കെയാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവരുടെ ഉള്ളിലുള്ള കളിയാണ്. നമുക്കറിയോ, നമ്മളിപ്പോൾ ഈ നാട്ടിലായാലും നഗരത്തിലായാലും ഇവർക്കിപ്പോൾ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ കോണ്ടാക്ട് വരുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കണം. കാരണം ഒരു തെറ്റിനെ മറയ്ക്കാൻ മറ്റൊരു തെറ്റായിട്ടാണ് ഇവർ വരുന്നത്. അല്ലാതെ ആ തെറ്റ് ഞങ്ങൾ ചെയ്തു, ഇല്ല ഞങ്ങൾ തന്നെയാണ് എന്ന് പറയാനുള്ളൊരു ആർജവം ഈ ഇപ്പോഴത്തെ പാർട്ടിക്കാർക്ക്, ഇല്ല ഇപ്പോഴത്തെ ഏത് പാർട്ടിക്കാരായാലും ചെയ്യാനില്ല. ഇതൊക്കെ പ്രതികാരമായിട്ട് പറയുമ്പോൾ റിപ്പോർട്ടർ ചാനൽ തല്ലിപ്പൊളിക്കല്ല വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. കാരണം ബാക്കിയുള്ള ചാനലുകാർക്കും കൂടി പ്രശ്നമാണത്. അതൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ തെറ്റ് ചെയ്യാതെ ഈ ലോകത്തേക്ക് ആരും വരുന്നില്ല, എല്ലാവരും തെറ്റുകാരനെയാണ്. അപ്പോൾ കൂടുതലും ന്യായീകരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അരുൺകുമാർ പറഞ്ഞ ആൾ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു, നല്ല ഇടങ്ങാറായിരുന്നു. മേലാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ ജോലിയുടെ കാര്യത്തിൽ തന്നെ ഒരുപാട് തസ്തികകൾ ഒഴിവ് ഉണ്ട്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ ഇതൊന്നും കാഴ്ചയിലേക്ക് എത്തിക്കാതെ രാവിലെ തുടങ്ങും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയുക, നിങ്ങൾ ഇത് കാണുക, അല്ലെങ്കിൽ മറ്റത് കാണുക, നിങ്ങൾ മറിച്ചത് കാണുക, മറിക്കുള്ളത് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര മോട്ടിവേഷനാണ്. നാളുണ്ടോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങളത് പറയിപ്പിച്ചിട്ടാണത്. ഇപ്പോൾ എന്താ പറയുക, ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലഭാസ്കരനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം മൂപ്പരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക്, മറ്റുള്ള മാധ്യമക്കാർക്കും കൂടി നിങ്ങൾ എന്താ പറയുക, അവരെയും കൂടി നിലനിർത്തണം. തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. അത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. കാരണം കണ്ടത് പറഞ്ഞാൽ കഞ്ഞിയില്ലാന്നൊരു ചൊല്ലുണ്ട്.